ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി പിസ്സയാണ്. ഗാർലിക് പിസ്സയാണ്. പ്രത്യേക ഫ്ലേവറുള്ള ഒരു പിസ്സയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം ഗാർലിക്കിന്റെ ഫ്ലേവർ ഒന്നും മുന്നിൽ നിൽക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് ചിക്കൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ചിക്കനൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പിസ്സയുടെ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനാണെങ്കിലും വളരെയധികം എളുപ്പമാണ്. പിന്നെ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഓർഡറൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഗാർലിക് പിസ്സയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗാർലിക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. പിസ്സയുടെ വീഡിയോയിലും അപ്പത്തിന്റെ വീഡിയോയിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഏത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് നല്ലതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ഈസ്റ്റാണിത്. അത് നമുക്ക് 1 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൂക്ഷിച്ച് വെക്കാനും എളുപ്പമാണ്. ഇപ്പം എടുത്തതിന് ശേഷം ഞാനത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് സൂക്ഷിച്ച് വെക്കും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. ഇപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഈസ്റ്റ് വെച്ച് പിസ്സ ഉണ്ടാക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിസ്സ ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഒറിഗാനോ സീസണിംഗ് ആണ് കേട്ടോ. പിസ്സ സീസണിംഗ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് 1 ടീസ്പൂണൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും മൈദയും ഒറിഗാനോ എല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഇടണമെന്നില്ല. അല്ലെങ്കിൽ ഒറിഗാനോ പകുതിയും അല്ലെങ്കിൽ ഇത് പകുതിയുമായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന അത്രയും മാവ് ലൂസ് ആവണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായി പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഒലീവ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആക്കി കൊടുത്തിട്ട് അതിലേക്കിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ആക്കണ്ട, കുറച്ച് മാത്രം മതി. ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതിയാകും. നമ്മുടെ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ കയ്യിലും കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ തേച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് സമയം കുഴക്കണം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് അങ്ങ് മാറി വരും. നമ്മൾ കുറച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കിനെസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ കൂടുതൽ കുഴയ്ക്കും തോറും കൂടുതലായിട്ട് ആദ്യം സ്റ്റിക്കിനെസ് വരും. കാരണം അത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവുകയും ചെയ്യും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവ് കിട്ടും നമുക്ക്. അതുവരെ ഒന്ന് കുഴച്ചെടുത്തിരുന്നാൽ മതി. ഇതിപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ല, എന്നാൽ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല കുഴിഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു നനഞ്ഞ തുണിയെടുത്ത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ച് അങ്ങ് അടച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം കേട്ടോ. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകരുത്. ഒന്നുകിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ചവച്ചെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിടാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റയടിക്ക് ഒന്ന് കറക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. വേണ്ടത് അരഞ്ഞ് പോയിട്ടില്ല, എന്നാൽ ക്രഷ് ചെയ്ത പോലെ കിട്ടിയിട്ടുണ്ട്. പൾസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 50 ഗ്രാം ബട്ടർ എടുക്കാം. ഇപ്പം ബട്ടർ എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടറും എടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവില്ലേ, അപ്പോൾ ആ ഒരു ബട്ടർ എടുക്കാവുള്ളൂ. നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ആ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സോൾട്ടഡ് ബട്ടറിന് ഓരോ പ്രാവശ്യവും ഉപ്പിൻ്റെ അളവ് കൂടുതലും കുറവൊക്കെ ആയിരിക്കും. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, അതായത് 1/8 ടീസ്പൂൺ ഉപ്പ്, അത് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. അത്യാവശ്യമാണ് ഉപ്പ്. അതോടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുമ്പോൾ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഇതെടുക്കാവുന്ന സമയമാകുമ്പോഴത്തേക്കും ബട്ടർ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അത് നമ്മളിത് എടുത്ത് ഇത് 2 പാർട്ടാക്കി അങ്ങ് വെക്കാം. നല്ല ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂക്കിയിട്ട് ഈ മാവ് ഒരു ഉരുളി എടുത്ത് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ സാധാരണ പിസ്സയുടെ ഡോ ആണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ആ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു വ്യത്യാസം. ഇത് നമ്മൾ പരത്തി തന്നെ എടുക്കണം. ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റില്ല.
അപ്പോൾ അത് ആ ചപ്പാത്തി പലകയുടെ ഏകദേശം ആ ഒരു ചപ്പാത്തി പലകയുടെ അത്ര തന്നെ വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. ഒരുപാട് തിന്നുമല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല, ആ ഒരു പരുവത്തിൽ. ഇനി അത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മുറിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നടുഭാഗത്തോടെ. ഇനി ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം. ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും മിക്സില്ലേ അതൊരു സൈഡിലായിട്ട് മുഴുവനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത പിസ്സ സീസണിങ്ങില്ലേ അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും അങ്ങ് വെതറി അങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ചതച്ചതില്ലേ അതൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാടായി പോകണ്ട, ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോകും. ഇനി അതിലേക്ക് നമുക്ക് നിറച്ചും മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാം മോസറല്ല ചീസ് എടുത്ത് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. എഡ്ജിലോട്ട് ഇടാതെ ശ്രദ്ധിച്ചിരുന്നാൽ മതി, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആ സൈഡിലേക്കായിട്ട് ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് അറ്റത്തേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുമ്പേ ഇലയട ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാനാണ്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്തങ്ങ് മടക്കി അങ്ങ് വെച്ച് കൊടുക്കാം. മടക്കി വെച്ചിട്ട് ആ എഡ്ജ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമ്മളത് കൈകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ കിട്ടും, കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് അടിഭാഗം വരെ കട്ട് ചെയ്യരുത്, ആ മുകളിലത്തെ ലെയർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അതാകുമ്പോൾ ഗാർലിക് പിസ്സ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും, കാണാനും ഒരു ഭംഗിയായിരിക്കും. കട്ട് ചെയ്ത് വെക്കുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 കട്ടിങ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 4 ഭാഗമായിട്ട് കിട്ടും. നമുക്കൊരു 10 ഇഞ്ചിൻ്റെ ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുകയാണേ. നമുക്ക് ഗാർലിക് പിസ്സ നമുക്ക് പതുക്കെ കൈ കൊണ്ട് തന്നെ അങ്ങ് എടുത്തിട്ട് ആ ട്രേയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ഒരുമിച്ച് വെക്കാം കേട്ടോ. ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം ആ സൈഡിലുമായിട്ട് അങ്ങ് വെച്ച് കൊടുക്കും. ഒരുമിച്ച് തന്നെ ആക്കിയെടുക്കുകയും ചെയ്യാം. സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ഓരോന്നിനും എത്ര സമയം എടുക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബട്ടറിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ബ്രഷിലാക്കിയിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സീസണിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ചീസ് വേണ്ട, ബാക്കി ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സും ഇടുന്നുണ്ട്. ഇനി നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുള്ള ഓവൻ സെറ്റപ്പാണ്. നമ്മൾ സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്, അതാണ് ഈ ഒരെണ്ണം ആവാനുള്ള ടൈം. ആ സമയത്ത് നമുക്ക് അടുത്ത പിസ്സയും കൂടെ പരത്തിയെടുക്കാം. പിന്നെ തീയുടെ ചൂടിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരുപാട് സമയം ആയിപ്പോരും. അത് നമ്മൾ ആദ്യം ഒരെണ്ണം വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഒരു ടൈം മനസ്സിലായതിന് ശേഷം അതിനനുസരിച്ച് ചെയ്താൽ മതി. നല്ലൊരു മണം വരും ഇത് റെഡി ആവുന്ന സമയത്ത്. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ ബേക്കായി പോകരുത്, ഹാർഡായി പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മളൊരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. തുറന്ന് നോക്കിയത് ഇപ്പോൾ കേക്ക് പോലെ ഒന്നുമില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കിയെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തുറക്കണ്ട, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുറന്നാൽ മതി. തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ അടിഭാഗത്ത് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡാർക്ക് ഷെയ്ഡും ആവണ്ട, അത് മതി. അപ്പോൾ സൈഡൊക്കെ ചെറിയതായിട്ടൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ചീസിട്ട് അതിൻ്റെ മുകളിലേക്ക് പിസ്സ സീസണിങ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ചെയ്താലും എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ അടച്ച് വെച്ച് ഫോർക്ക് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പം ഓവനിലാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗം കുറച്ചൊരു ഡാർക്ക് കളർ വരും. നമ്മളിപ്പോൾ ഓവൻ സെറ്റപ്പിലായതുകൊണ്ടാണ് അധികം അങ്ങോട്ട് ഡാർക്ക് കളർ വരാത്തത്. നമുക്ക് എടുത്ത് ആ ബട്ടർ പേപ്പറോട് കൂടി തന്നെ അങ്ങ് മാറ്റിയെടുത്തങ്ങ് വെച്ചിരുന്നാൽ മതി. നമുക്ക് ആ ബേക്കിംഗ് ട്രേയിലേക്ക് തന്നെ അടുത്ത ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ച് പിസ്സ അതേപോലെ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടില്ല കേട്ടോ, അത് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും കൂടെ വെച്ച് അടുത്ത 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണം വെക്കുമ്പം ഒരുപാട് ടൈം ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. ഇരട്ടി ടൈമൊന്നും വെക്കേണ്ടി വരില്ല. ഒരു 15 മിനിറ്റൊക്കെ തന്നെ വെച്ചാൽ മതിയാകും. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ അടുത്തതും 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ എല്ലാവരും എടുത്ത് തീർന്നു പോയി. രണ്ടാമത്തതാണ് ഞാനിതിപ്പോൾ മുറിച്ച് കാണിക്കുന്നത്. പിസ്സ കട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഒന്ന് കിട്ടിയെടുക്കാം. നല്ല ചൂടാട്ടോ, ചൂടോടുകൂടി കഴിക്കണം ഈ ഒരു ഗാർലിക് പിസ്സ. അപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ടൈം നോക്കി അതിനനുസരിച്ച് കൊടുക്കുക. കണ്ട നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നന്നായിട്ട് ആ ചീസൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കാം, കഴിച്ചോട്ടെ.
അടിപൊളിയാണ്. നമ്മൾ ശരിക്കും ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറയില്ല കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള ഒരു പിസ്സ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അത് സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ പറ്റിയ ഒരു പിസ്സയാണ്. അപ്പം അശ്വതിയാണ് പറഞ്ഞത് ചേച്ചി ഈ ഒരു റെസിപ്പി ഇടണമെന്ന്. അത് അശ്വതി ഹോം ബേക്കറാണ്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഹെൽപ്പ് ആകുമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഗാർലിക് പിസ്സയ്ക്ക് 200 to 250 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പിസ്സയുടെ അടിഭാഗം ഞാൻ കാണിച്ചില്ല, മറന്നുപോയി. കണ്ട, ഇതാണ് പിസ്സയുടെ അടിഭാഗം. ഈ ഒരു തരത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിപ്പോവും. ഹാർഡായാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടേ കിട്ടില്ല. കഴിക്കാനാണെങ്കിലും ഉറപ്പായിപ്പോവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.